കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ പഞ്ചഗുസ്തി ചാമ്പ്യനെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്ന് പരാതി. പോലീസിന്റെ വാഹന പാർക്കിംഗ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പഞ്ചഗുസ്തി താരമായ ജോബി മാത്യുവിനെതിരായാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്നും ഫോൺ തട്ടിപ്പറിച്ചുവെന്നുമാണ് എഫ്ഐആർ. പോലീസ് ബോധപൂർവം കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ജോബി മാത്യു 24-നോട് പറഞ്ഞു. ഇയാൾ എന്നെ മനഃപൂർവ്വം തടഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇന്നലെ രാവിലെ 10 മണിയോടെ ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ലോക പഞ്ചഗുസ്തി ചാമ്പ്യനായ ജോബി മാത്യുവും കുടുംബവും. എടത്തലയിൽ വെച്ച് പോലീസിന്റെ ഇന്റർസെപ്റ്റർ വാഹനം റോഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തു. പിന്നീട് പിന്തുടർന്ന് പോലീസ് വാഹനം സൈഡ് തരാതെ പ്രയാസമുണ്ടാക്കിയെന്ന് ജോബിയുടെ ഭാര്യ മേഘ. റോഡിലോട്ട് ഇറക്കി തന്നെ പാർക്ക് ചെയ്തിരുന്ന ഒരു പോലീസ് വാഹനമാണ്. ചില്ല് താത്തിക്കൊണ്ട് ഞാനാണ് പറഞ്ഞത്, സാറേ കുറച്ചുകൂടി അങ്ങ് നീക്കി പാർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കുമല്ലോ, ഈ മിറർ തട്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. ഞങ്ങൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങൾ കുറച്ചങ്ങ് മൂവ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ പുറകിൽ പോലീസ് വണ്ടി ഒന്ന് ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങ് ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ബാക്കിൽ വന്നിട്ട് ഈ വണ്ടി ഇന്നോവ വണ്ടി വന്ന് കുത്തി ഇടിച്ചു. കളമശ്ശേരി ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സരിൻ ദാസാണ് പരാതിക്കാരൻ. ഫോൺ വാങ്ങിയെന്നത് സത്യമെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും ജോബി. മഫ്തിയിലായതുകൊണ്ടാണ് ഫോൺ വാങ്ങിയത്. കമ്മീഷണർ ഓഫീസിൽ ഏൽപ്പിച്ചു. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഞാൻ അയാളുടെ ഫോൺ മേടിച്ചെടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഞാൻ അതോറിറ്റീസിൻ്റെ കൊണ്ട് കൊടുക്കുകയും ആ സംഭവം ഇൻസിഡൻറ്റ് നടന്ന വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ ആലുവ SP ഓഫീസിലെ പബ്ലിക് റിലേഷൻ ഓഫീസറോട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഞാൻ ആ പബ്ലിക് ഫംഗ്ഷനിൽ പോയി പങ്കെടുത്തത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ദേഹോപദ്രവം ഏൽപ്പിച്ചു, ഫോൺ പിടിച്ചു വാങ്ങി എന്നിവയിലുള്ള വകുപ്പുകൾ പ്രകാരമാണ് എടത്തല പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോബിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഇന്ന് വീട്ടിലെത്തിയെങ്കിലും പിന്നീട് മടങ്ങി. സ്വാതി കൃഷ്ണയ്ക്കൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.